അന്ന് വിഷുവിന്റെ പിറ്റേ ദിവസം, അതായത് മുട വിഷു, എന്തുകൊണ്ടാണ് മുട വിഷു എന്നുള്ള പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് അങ്ങനെ പറയും. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു സെറ്റായി. ഉച്ചയ്ക്ക് കഴിച്ച് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് മുന്നേ ഞാൻ വിചാരിച്ചൊരു മിൽക്ക് ഷേക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അങ്ങനെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷേക്ക് ഉണ്ടാക്കുന്ന പോലെ കാണുന്നത്. അങ്ങനെ പാലൊഴിച്ചു, ഫസ്റ്റ് ബൂസ്റ്റ് ഇട്ടു, ഹോർലിക്സ് ഇട്ടു, കുറച്ച് പഴം ഇട്ടു, പഞ്ചസാര ഇട്ടു. പഴം ഞാൻ ആഡ് ചെയ്തില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടോ. അതിനുശേഷം നമുക്ക് അമ്മാമ്മയുടെ വീട്ടിൽ പോകേണ്ട കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്ത് ഒരു കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു, വണ്ടി വിളിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ ഇത് എൻ്റെ കടയാണ്, സ്വന്തം കടയാണ്. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിട്ട് നമ്മൾ നേരെ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകാം. അമ്മാമ്മയുടെ വീട്ടിലാണെങ്കിൽ പാടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് ഇത്തിരി കാടും മലയും കുന്നൊക്കെ കയറി വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു വിജനമായ വളരെ മനോഹരമായ ഒരു പാടത്തിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ലാസ്റ്റ് പാടവും കുന്നും പറമ്പൊക്കെ കയറി അമ്മാമ്മയോട് എത്തി. അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പാടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വാഴ കാണാൻ പോയി. കുറേ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വാഴ കാണാൻ പോയത്. എനിക്കൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ബൈക്കുള്ളവരെ കൊണ്ടൊക്കെ പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും വാഴ കണ്ടു. തിരിച്ച് വീട്ടിൽ വന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയി ടെറസിൻ്റെ മുകളിൽ പോയി നല്ല